അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദല്ലാഹ്. അമ്മാ ബഅദ്. ബഹുമാനികളായ മുഅ്മിനീങ്ങളെ, ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും സന്തോഷകരമായ നിമിഷം എന്ന് പറയുന്നത് അവൻ്റെ റബ്ബിനെ ആരാധിക്കുന്ന സമയമാണ്. റബ്ബിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത് അവന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. എന്നാൽ ഏക ഇലാഹായ റബ്ബിനെ ആരാധിക്കുന്നതിൽ നിന്ന് തടയുന്ന 4 കാര്യങ്ങൾ ഒരു മനുഷ്യനുണ്ടാവുന്ന. എങ്ങനെ അവൻ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിച്ചാലും അവൻ അതിൽ നിന്ന് തടഞ്ഞു നിർത്തുന്ന 4 കാര്യങ്ങളെക്കുറിച്ച് മഹാനായ ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹു തആല പറയുന്നുണ്ട്. ആ 4 കാര്യങ്ങളിൽ നിന്ന് ഒന്നാമത്തത് റിസ്ഖു, ഭക്ഷണം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഭക്ഷണം അവനെ തടയാം? ആ ഭക്ഷണം അവനെങ്ങാനും ആരാധിക്കാൻ വേണ്ടി അതിന് സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ അവനെങ്ങനെ പിന്നീട് ഭക്ഷണം കിട്ടും? അവൻ്റെ ത്വാലിബുഹുൻ നഫ്സു ബിഹി, അവനോട് അവൻ്റെ നഫ്സ് അവൻ്റെ ഉപജീവന മാർഗം ആവശ്യപ്പെടുകയാണ്. വതഖൂലു ലാ ബുദ്ദലി മിൻ റിസ്ഖിൻ വഖിവാമിൻ, എൻ്റെ നിലനിൽപ്പിന് എനിക്ക് എന്ത് വേണം? ഭക്ഷണം വേണം. എനിക്ക് ജീവിക്കാൻ ആവശ്യമായ ഉപജീവന മാർഗം ഉണ്ടാവണം. അത് നിലനിർത്താനുള്ള മാർഗം അനിവാര്യമാണെന്നുള്ള തോന്നൽ വരും. അങ്ങനെ ആ തോന്നൽ വന്നു കഴിഞ്ഞാൽ ഭക്ഷണത്തോടുള്ള അവൻ്റെ ഉപജീവന മാർഗത്തോടുള്ള ഏറ്റവും വലിയൊരു ചിന്ത അവൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നാൽ അവൻ്റെ ഇബാദത്തിനെ അത് ബാധിക്കുമെന്നാണ് മഹാനായ ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹു തആല പറയുന്നത്. രണ്ടാമതായി പറയുന്നത്, രണ്ടാമത്തെ പ്രശ്നം, ഒന്നാമത്തെ പ്രശ്നം റിസ്ഖാണെങ്കിൽ രണ്ടാമത്തേതായി പ്രശ്നം പറയുന്നത് അൽ അഖ്താറു മിൻ കുല്ലി ഷൈഇൻ എന്നാണ്. ജീവിതത്തിലുണ്ടാകുന്ന ആശങ്കകൾ, ആശങ്ക ഉണ്ടാവുക. ഞാനിപ്പോൾ അങ്ങനെ ചെയ്താൽ എന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ആശങ്ക. ഈ ഒരു ആശങ്ക മനുഷ്യനെ അള്ളാഹുവുമായി ഇബാദത്തുകളിൽ നിന്ന് തടയുന്നതാണ്. അള്ളാഹുവുമായിട്ടുള്ള ഇബാദത്തിൽ നിന്ന് തടഞ്ഞു നിർത്തും. ആശങ്ക ഉണ്ടാവാൻ പാടില്ല. മൂന്നാമതായി അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് അശ്ശദാഇദു വൽ മസായിബു തൻസിബു അലൈഹി മിൻ കുല്ലി ജാനിബിൻ, എല്ലാ ഭാഗത്തു നിന്നും അവന് വന്നു ചേരുന്ന കഠിനമായ പ്രയാസങ്ങളും വിവിധ പരീക്ഷണങ്ങളും. ഒരു പരീക്ഷണം നേരിട്ട് കഴിഞ്ഞാൽ, ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ ആ ബുദ്ധിമുട്ടിൽ അവൻ പ്രയാസപ്പെടുകയും എന്നിട്ട് അള്ളാഹുവിനെ മറക്കുകയും ചെയ്യുക. വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്തി വബശ്ശിരിസ് സാബിരീൻ. അള്ളാഹു പല നിലക്കും നമ്മളെ പരീക്ഷിക്കും, പല വിധേനയും നമ്മളെ പരീക്ഷിക്കും. പേടി തന്നുകൊണ്ട്, വിശപ്പ് തന്നുകൊണ്ട്, സാമ്പത്തിക നഷ്ടം തന്നുകൊണ്ട്, ശാരീരിക നഷ്ടം എന്ന് പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ നിന്നോ വേണ്ടപ്പെട്ടവരിൽ നിന്നോ ആരെങ്കിലുമൊക്കെ മരിച്ചു പോകുക, സമറാത്ത് നമ്മുടെ കൃഷി നശിക്കുക, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് അള്ളാഹു പരീക്ഷണം നൽകും. ഇങ്ങനെയുള്ള കാര്യങ്ങളെ കൊണ്ടൊക്കെ അള്ളാഹു പരീക്ഷണം നൽകും. ബശ്ശിരിസ് സാബിരീൻ, ക്ഷമിക്കുന്നവർക്ക് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾ സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുക എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ പരിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. അപ്പം ഒന്നാമത്തത് റിസ്ഖാണെങ്കിൽ, രണ്ടാമത്തത് ആശങ്കയാണെങ്കിൽ, മൂന്നാമത്തത് പരീക്ഷണങ്ങളാണെങ്കിൽ, നാലാമത്തത് അള്ളാഹുവിൻ്റെ വിധികളാണ്. അൻവാഉൽ ഖളാ ആണ്. അൻവാഉൽ ഖളാ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വിധി നിർണ്ണയങ്ങൾ. അതായത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ബഹുമാനപ്പെട്ടവർ പറയുന്നു ബിൽ ഹുൽവി വൽ മുർരി, അതായത് സുഖവും ദുഃഖവും, അതാണ് ഹുൽവും മുറും എന്ന് പറഞ്ഞാൽ മധുരവും കയ്പെന്ന് പറഞ്ഞാൽ സുഖവും ദുഃഖവും അള്ളാഹു കൊടുക്കുന്നുള്ളതാണ്. അങ്ങനെ കൊടുക്കുന്ന സമയത്ത് തെരിതു അലിഹി ഹാലം ഫഹാല, അതിങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിട്ട് ഇങ്ങനെ അവസ്ഥ എന്തായി തുടർച്ചയായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു സന്തോഷം വന്നാൽ ഒരു ദുഃഖം വരും. അങ്ങനെ ദുഃഖം വരുമ്പോൾ അള്ളാഹുവിനെ മറക്കുകയും സന്തോഷം വരുമ്പോൾ അള്ളാഹുവിനെ ഓർക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ അവൻ്റെ ഇബാദത്തിൽ നിന്ന് അവനെ തടയുന്നൊരു ഘടകമാണത് എന്നാണ്. അപ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത് എന്നാണ് ബഹുമാനപ്പെട്ട ഇമാം ഗസ്സാലി റഹിമഹുല്ലാഹു തആല പറയുന്നത്. അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് അത്യാവശ്യമായ ഘടകം ഇബാദത്തിൽ ക്ഷമ ഉണ്ടാകുക എന്നുള്ളതാണ്. ഇബാദത്തിൽ ക്ഷമയില്ലാതെ ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് ഇബാദത്തെടുക്കാൻ തുടങ്ങിയിട്ട് കാര്യമില്ല.
അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ മനുഷ്യൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരും. ആ ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരാൾക്ക് അള്ളാഹുവുമായിട്ട് ബന്ധപ്പെടാൻ കഴിയുകയുള്ളൂ എന്നാണ്. അപ്പോൾ അള്ളാഹുവുമായിട്ട് ആരാധിക്കാൻ വേണ്ടി ഒരാൾ മുന്നിട്ടിറങ്ങിയാൽ 4 തടസ്സങ്ങൾ അവനുണ്ടാകും. അതിലൊന്ന് അവൻ്റെ റിസ്ക്കാണെങ്കിൽ, രണ്ടാമത്തത് അവൻ്റെ ആശങ്കയാണെങ്കിൽ, ആശങ്ക എന്ന് പറഞ്ഞാൽ ബേജാറ്, എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ഞാൻ ഇതിലേക്ക് പോയി കഴിഞ്ഞാൽ, ഞാൻ ഈ മതപരമായ കാര്യങ്ങളുമായിട്ട് മുന്നിട്ടിറങ്ങിക്കഴിഞ്ഞാൽ അതിൻ്റെ പിന്നിൽ എനിക്ക് വല്ല നഷ്ടങ്ങളും സംഭവിക്കുക എന്നുള്ള ബേജാറ് വരിക. മൂന്നാമത്തത് പരീക്ഷണം, അള്ളാഹു നൽകുന്ന പരീക്ഷണം, രോഗം, അതേപോലെ തന്നെ സാമ്പത്തിക നഷ്ടമൊക്കെ അള്ളാഹു നൽകുന്ന പരീക്ഷണമാണ്. ആ പരീക്ഷണത്തിൽ ക്ഷമിക്കാതിരിക്കുക. അങ്ങനെ വരുമ്പോൾ പിന്നെ അവന് മനം മടുത്ത് വരിക. ഇങ്ങനെ മടുത്ത് വരുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആലയുമായിട്ടുള്ള ബന്ധം അവൻ്റെ ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടും. നാലാമത്തതായിട്ട് സുഖവും ദുഃഖവും മാറി മാറി വരുമ്പോൾ, സുഖം വരുന്ന സമയത്ത് അള്ളാഹുവിനോട് പിന്നെ നന്ദി പറയുകയും, ദുഃഖം വരുന്ന സമയത്ത് അള്ളാഹുവിനെ മറക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ പിന്നെ രണ്ടിനെയും അത് അള്ളാഹുവിൽ നിന്നുള്ളൊരു മാർഗമാണ്, അള്ളാഹുവിൽ നിന്നുണ്ടാവുന്നതാണ് എന്ന് മനസ്സിലാക്കി അതിനെ സ്വീകരിക്കാതെ രണ്ടിനോടും 2 മനോഭാവം കാണിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി ഉണ്ടായാൽ അള്ളാഹുവിനെ ആരാധിക്കുന്നതിൽ നിന്ന്, അള്ളാഹുവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അത് നിന്നെ തടയും എന്ന് മഹാനവറുകൾ പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത്തരം കാര്യങ്ങളെ തൊട്ട് നമ്മളെയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.